ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്ന കുറച്ച് കളേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പെയിൻറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് യൂസ് ചെയ്തതുകൊണ്ട് അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ കുഞ്ഞു ബെല്ലൈക്കണ്ടല്ലോ, അതും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് വാട്ടർ കളറാണ് കേട്ടോ. ഇപ്പോൾ ഈ വാട്ടർ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല കളറാണ്. കാരണം നല്ല ഗ്ലൈസിങ്ങും ഒക്കെ കാണുന്നുണ്ട്, നല്ല ഫിനിഷിംഗ് ഉള്ള കളറാണ് കേട്ടോ. അപ്പം ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിക്കൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ വരച്ചിട്ട് ഈ ഒരു പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു പെയിൻറ്റിങ്സ്, അതായത് ഇനി ഞാൻ എൻ്റെ പെയിൻറ്റിങ്സിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, ഇത് മുന്നത്തെ വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പം ഞാൻ ഈ കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല കളറാണ് കേട്ടോ ഇത്, കാരണം നല്ല ക്വാളിറ്റിയുള്ള നല്ല കളറാണ്. അങ്ങനെ നമ്മുടെ ഈ വാട്ടർ കളറിൽ നമ്മൾ 12 കളറാണ് വരുന്നത്. അപ്പം ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ. കണ്ടില്ലേ, ഓൾറെഡി ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള കളറാണ്. നല്ല കളേഴ്സാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതൊക്കെ കാലിയായിരിക്കണു. നല്ല കളറാണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് നന്നായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന വാട്ടർ കളറിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള കളർ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കളർ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ കളറാണ് കേട്ടോ. ഓയിൽ കളറാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മുടെ സെയിം കമ്പനി തന്നെയാണ്. നമ്മളിപ്പോൾ നേരത്തെ വാട്ടർ കളർ കാണിച്ചു തന്നെ അതേ സെയിം കമ്പനിയുടെ കളർ തന്നെയാണ്, ഓയിൽ കളറാണെന്ന് മാത്രം. ഇതിനകത്ത് ഒരു ബ്രഷും കൂടെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ വാട്ടർ കളറിൻ്റെ ഒരു സെറ്റ് തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് ആർട്ടിസ്റ്റ് കളറാണ് കേട്ടോ. ആർട്ടിസ്റ്റ് കളറാണ് ഇത്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു ബ്രഷും വരുന്നുണ്ട്, 4 ബ്രഷ് വരുന്നുണ്ട്, 1 പാലറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 12 കളേഴ്സും വരുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് കളർ നമ്മൾ പൊട്ടിച്ചിട്ടില്ല. കാരണം പൊട്ടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പൊട്ടിക്കാത്തത് കേട്ടോ. നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ നമ്മുടെ ആക്രിലിക് കളേഴ്സ് തന്നെയാണ് കേട്ടോ. അത് പറയുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള കളേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് 10 കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള അതേ സെയിം കളറാണ്. നമ്മൾ മ്യൂറലിലും അതുപോലെ തന്നെ എല്ലാ പെയിൻറ്റിങ്സിനും ഡ്രസ്സിൻ്റെ മുകളിലായാലും ഒക്കെ നമ്മൾ ചെയ്യുന്ന കളർ തന്നെയാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ അതേപോലെ തന്നെ സെയിം വാട്ടർ കളർ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന വാട്ടർ കളർ തന്നെയാണ്. സെയിം ഞാനിത് പൊട്ടിക്കാത്തതാണ്, നമ്മൾ അത് പൊട്ടിച്ച് യൂസ് ചെയ്താണ്. ഇത് നമ്മൾ പൊട്ടിക്കാത്ത തന്നെയാണെന്ന് മാത്രം. ഇതിനകത്ത് നമുക്ക് കളേഴ്സ് എന്ന് പറഞ്ഞത് സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത്. ഇതിനകത്തും ഒരു ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി സ്റ്റുഡിയോ കളറാണ് കേട്ടോ. ഇത് സാധാരണ ഗോച്ചെ കളേഴ്സിൽ വരുന്നത് തന്നെയാണ്. ഇതിനകത്ത് 12 പീസ് തന്നെയാണ് വരുന്നത്, 12 കളേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കളർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്വാളിറ്റിയുള്ള ഈ ഒരു സ്റ്റുഡിയോ കളർ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓയിൽ കളറാണ്. ഓയിൽ കളർ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതെന്തായാലും നമ്മൾ ഓയിൽ കളർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ വീഡിയോക്കകത്തൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഓയിൽ കളറിൻ്റെ വീഡിയോയും കൂടെ ചെയ്യുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ കളറാണ്. സാധാരണ വാട്ടർ കളറിൽ ബേസ് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ്. വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, അതല്ലാണ്ട് തന്നെ ചെയ്യാം. ഇതിന് ഞാൻ മുന്നേ ഒരു ജംബോന്റെ കളർ പെൻസിലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കോപ്പിറൈറ്റിന്റെ സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ പിന്നീട് ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും കാണണം. അപ്പോൾ എന്തായാലും ഇത് നല്ല കളറാണ്, എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടുള്ള നല്ലൊരു കളറാണിത്. നമ്മൾ സാധാരണ പെൻസിലിനേക്കാളും പെൻസിൽ കളറിനേക്കാളും എനിക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള കളറായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഈ ഒരു കളറിനകത്ത് നമുക്കൊരു ഷാർപ്പനറും കൂടെ വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഷാർപ്പനറും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കളേഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുപോലെ 24 കളേഴ്സ് ആണ്. കണ്ടോ, ഇത്രയും കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡിങ്സ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത് കേട്ടോ. നല്ല നല്ല കളേഴ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കും, നല്ല കളേഴ്സ് ആണ് കേട്ടോ.
ഇത് നമ്മുടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അപ്പോൾ ഉപയോഗിക്കാറില്ല. പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ സാധാരണ വാട്ടർ കളർ തന്നെയാണ്. ഇതിൽ 28 കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും യൂസ് ചെയ്യുമ്പോൾ, കാരണം സാധാരണ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന കളർ തന്നെയാണ് ഇത്. ഇതിനകത്തും ഒരു ബ്രഷ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ കളർ നമ്മൾ കുഞ്ഞിലൊക്കെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു കളേഴ്സ് വെച്ചിട്ടായിരുന്നു ഞാൻ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനത്തെ കളേഴ്സ് വെച്ചിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് കണ്ടപ്പോൾ മേടിച്ചാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കളേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിവ്യൂ കൂടെ നമുക്ക് നോക്കാം. അതുപോലെ നമ്മുടെ അടുത്ത കളറാണ് നമ്മളെ സ്റ്റുഡിയോ ഗ്ലാസ് കളറാണ് കേട്ടോ. ഹൈ ക്വാളിറ്റി സ്റ്റുഡിയോ കളറാണ്. നമ്മൾ സ്റ്റുഡിയോ കളർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മറ്റേ സ്റ്റുഡിയോ കളർ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി എന്തെങ്കിലും നമ്മൾ അടുത്തൊരു റിവ്യൂ വീഡിയോ നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് കളേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ കളറിൻ്റെ നമുക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തരാം. ഇത് സാധാരണ നമ്മൾ ആർട്ടിസ്റ്റ് കളർ പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നമ്മൾ സാധാരണ ആർട്ടിസ്റ്റ് കളർ പോലെ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഈ ഒരു കളർ, അതായത് നമ്മുടെ സ്റ്റുഡിയോ കളർ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുടെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും ഈ കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിവ്യൂവും കൂടെ കാണാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കൂടെ എങ്ങനെയുണ്ട് നിങ്ങൾക്കും കൂടെ അറിയാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ച കളേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത കളേഴ്സും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും എന്താണെങ്കിലും അത് എഴുതി അറിയിക്കുക കേട്ടോ. അങ്ങനെ എഴുതി അറിയിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.